ദേശീയപാത 183 അമലഗിരിക്ക് സമീപം പാതയിലേക്ക് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന വൻമരം കടപുഴകി വീണു. വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് വഴിമാറിയത്. കടപുഴകിയ വൻമരം സമീപം നിൽക്കുന്ന ചെറുമരത്തിന്റെ ബലത്തിൽ അപകടാവസ്ഥയിൽ ചാഞ്ഞു നിൽക്കുന്ന വിവരം ഫെസ്റ്റൂൺ ന്യൂസ് വാർത്തയാക്കിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു സംഭവം. മരം വീണതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെയാണ് വൻമരം സമീപത്തെ മറ്റൊരു ചെറുമരത്തിലേക്ക് ചാരി നിൽക്കുന്ന വിവരം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ കാഞ്ഞിരപ്പള്ളിയിലെ ദേശീയപാത വിഭാഗം ഓഫീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. വൻമരത്തിന്റെ ഒരു വലിയ ശിഖരം ഒടിഞ്ഞ് റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്നതായും ഇത് വലിയ വാഹനങ്ങളിൽ തട്ടുന്നതായും ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അപകടാവസ്ഥയിലായ മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുവാനോ മുൻകരുതൽ നടപടി സ്വീകരിക്കുവാനോ ദേശീയപാത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. അധികാരികളുടെ ഈ കടുത്ത അനാസ്ഥയ്ക്ക് പിന്നാലെ ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും മരം ഇലക്ട്രിക് പോസ്റ്റുകളും തകർത്ത് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. മരം വീഴുന്ന സമയത്ത് റോഡിലൂടെ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് വഴിമാറിയത്. റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും ഹൈവേ പോലീസും പീരുമേട് ഫയർഫോഴ്സും ചേർന്ന് JCBയും ക്രെയിനും ഉപയോഗിച്ച് മരം റോഡിൽ നിന്ന് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അമലഗിരിക്ക് സമീപം ഇനിയും അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ നിൽപ്പുണ്ട്. എന്നാൽ യാതൊരു നടപടിയും എടുക്കാത്ത ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ.